പത്തനംതിട്ടയിലെ 1-ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ മാതാപിതാക്കൾക്ക് 10 ലക്ഷം രൂപ ധനസഹായം നൽകാൻ ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവ്. 2024 ഫെബ്രുവരിയിലാണ് പത്തനംതിട്ട റാന്നിയിൽ 1-ാം ക്ലാസ് വിദ്യാർത്ഥി ആരോൺ വി വർഗീസ് മരിച്ചത്. ആശുപത്രി അധികൃതർക്കും ഡോക്ടർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കാനും നിർദ്ദേശമുണ്ട്. വി ജയശങ്കർ ചേരുകയാണ് പത്തനംതിട്ടയിൽ നിന്ന്. ജയശങ്കർ, മാതാപിതാക്കൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനൊപ്പം ആശുപത്രി അധികൃതർക്കും ഡോക്ടർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്താണ് ഈ കേസിന്റെ കൂടുതൽ വിവരങ്ങൾ, മറ്റു വിശദാംശങ്ങൾ? അതായത് പ്രവിധ 2024 ഫെബ്രുവരിയിലാണ് പത്തനംതിട്ട റാന്നിയിൽ 1-ാം ക്ലാസ് വിദ്യാർത്ഥി ആരോൺ വി വർഗീസിനെ മാർത്തോമ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. ഇവിടെ നിന്നുണ്ടായ ചികിത്സാ പിഴവ് മൂലമാണ് കുട്ടി പിന്നീട് മരണപ്പെട്ടെന്നൊരു ആക്ഷേപം കുടുംബം ഉൾപ്പെടെ ഉന്നയിക്കുന്നു. ഈ വിഷയത്തിലാണ് ഇപ്പോൾ ബാലാവകാശ കമ്മീഷന്റെ ഒരു നടപടി, ഒരു നിർദ്ദേശമൊക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. വിദ്യാർത്ഥിയുടെ മരണത്തിൽ മാതാപിതാക്കൾക്ക് 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം ആയി ധനസഹായം നൽകാനാണ് നിലവിൽ ബാലാവകാശ കമ്മീഷൻ ഉത്തരവിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ആശുപത്രിയുടെ ഭാഗത്ത് ഗുരുതര കണ്ടെത്തലുകൾ, വീഴ്ച സംഭവിച്ചു എന്നൊരു കണ്ടെത്തലും ബാലാവകാശ കമ്മീഷൻ ഉയർത്തുന്നതായി ചികിത്സാ പിഴവ് ബാലാവകാശ കമ്മീഷന് ബോധ്യപ്പെട്ടു. ആശുപത്രി അധികൃതർക്കും ഡോക്ടർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്ക് കേസെടുക്കണമെന്നാണ് ബാലാവകാശ കമ്മീഷൻ നിലവിൽ ഉത്തരവിട്ടിരിക്കുന്നത്. ചികിത്സ ഡോക്ടർ മറ്റൊരു സംസ്ഥാനത്ത് നിന്നുള്ള ആളാണെന്നും അയാളുടെ യോഗ്യതയിലും സംശയമുണ്ടെന്നും ഈ ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവിൽ പറയുന്നു. ഒപ്പം തന്നെ ഈ സ്വകാര്യ ആശുപത്രിക്ക് സഹായമേകാൻ പോസ്റ്റ്മോർട്ടത്തിൽ അട്ടിമറി നടന്നെന്നും കമ്മീഷൻ പറയുന്നു. എന്തായാലും വലതു കൈക്ക് ഒടിവുമായി എത്തിയ വിദ്യാർത്ഥിക്ക് ശരിയായി പരിശോധന നൽകാതെ അനസ്തീഷ്യ ഉൾപ്പെടെ നൽകിയത് മരണകാരണമായെന്നും കമ്മീഷൻ എന്തായാലും വിലയിരുത്തുന്നുണ്ട്. ശരി, വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.